ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തേന്ന് പറയുന്നത് ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. അതായത് നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഒരു വർക്കൗട്ടും ചെയ്തിട്ടില്ല. ഒരു മാസം കൂടി ഞാൻ ഇന്നാണെന്ന് ജിമ്മിൽ വരുന്നത്. നാട്ടിൽ പോയി ഇഷ്ടം പോലെ ഫുഡെല്ലാം കഴിച്ചിട്ട് എൻ്റെ വെയിറ്റ് നന്നായിട്ട് കൂടിയിരിക്കുകയാണ്. പിന്നെ വരാനും ഒരു മടിയായിരുന്നു. ഇവിടെ തണുപ്പ് ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ റീജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 6:30 ഒരു 6:35 ഒക്കെ ആകുമ്പോൾ ഞാൻ എത്തും. അപ്പോൾ ആദ്യം ജിമ്മിൽ കുറച്ചൊരു 20 മിനിറ്റ് വെയിറ്റ്സ് എടുക്കും, അല്ലെങ്കിൽ കുറച്ച് സൈക്ലിംഗ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ മുകളിലത്തെ ഫ്ലോറിലാണ് കേട്ടോ ഞങ്ങൾ വരുന്നത്. മുകളിലത്തെ ഫ്ലോറിലെന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസാണ് നടക്കുന്നത്. അതായത് ഒരു ദിവസം ബോളി ഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോളിവുഡ് ഹിന്ദി മൂവി സോങ്സിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അത് നമുക്ക് അത്ര ടയർഡ്നെസ് അറിയത്തില്ല കേട്ടോ. അതൊരു 40 മിനിറ്റ്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ യോഗ ചെയ്യും. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെയാണ് എൻ്റെ ഒരു വർക്കൗട്ട് സെഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ജിമ്മിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു വർഷം കഴിഞ്ഞു. അല്ലെങ്കിൽ അതിനു മുമ്പ് ഏരിയൽ യോഗ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുമായിരുന്നു. 1 അവർ 1.5 അവർ വർക്കൗട്ട് എല്ലാ ദിവസവും ചെയ്യുമായിരുന്നു. 2010 മുതലാണ് ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്, ഇപ്പം നമുക്കിങ്ങനെ ജിമ്മിൽ പോകുന്നത് പ്രാക്ടിക്കൽ അല്ല, അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു 1.5 മണിക്കൂർ അറ്റ്ലീസ്റ്റ് 1 അവർ നമ്മളൊരു 5 ഡേയ്സ് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിപ്പം ഞാൻ എല്ലാ കുറേ യൂട്യൂബ് വീഡിയോസ് എക്സസൈസിൻ്റെ ഒക്കെ കാണാമല്ലോ, 15 മിനിറ്റ്സ് HIIT. അപ്പം നമ്മളത് നമ്മുടെ ഏജിനനുസരിച്ച് HIIT ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടാണ്. അതൊരു ചിലപ്പോൾ നമ്മൾ നല്ല ജമ്പിങ്ങും ഒക്കെ കാണും. അപ്പോൾ നമ്മുടെ മുട്ടിന് സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഏജിനനുസരിച്ച് വർക്കൗട്ട് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വർക്കൗട്ട് സെലക്ട് ചെയ്യുക. കാരണം ഇപ്പോൾ എനിക്ക് ഡാൻസ് മൂവ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ബോളി ഫിറ്റ് ഇഷ്ടമാണ്. ചിലർക്ക് യോഗ മാത്രമാണ് ഇഷ്ടം. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വർക്കൗട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കത്തില്ല. ഇന്നും പോകാനായിട്ടൊരു ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിൽ. അങ്ങനെ ചിലർക്ക് ഓടാൻ പോകുന്നത് ഇഷ്ടമാണ്. മുട്ടിനൊന്നും പ്രശ്നമില്ലെങ്കിൽ ഓടാൻ പോവാം, ബാഡ്മിൻ്റൺ കളിക്കാം, അങ്ങനെ എന്തെല്ലാം ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന യൂട്യൂബ് വീഡിയോസ് കണ്ട് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മൾ വർക്കൗട്ടൊക്കെ ബിഗിനേഴ്സ് ആണെങ്കിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു ഹൗസ് വൈഫ്സ് ഒരു 35+ അല്ലെങ്കിൽ 40+ലുള്ള അവർ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ആളെയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക കേട്ടോ. ഒന്നെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ തന്നെ, അല്ലെങ്കിൽ കസിൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ 2 പേരും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരാൾക്കൊരു മോട്ടിവേഷൻ ആകും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അത്രയ്ക്ക് മോട്ടിവേറ്റഡ് ആയിരിക്കണം. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുമ്പം അത് 20 മിനിറ്റ് കൂടുതൽ ചെയ്യാൻ പാടില്ല. ജിമ്മിൽ പോയാലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തുടങ്ങുകയാണെങ്കിലും അതായത് നമുക്കൊരു ബോറടി മാറ്റാനായിട്ട് 20 മിനിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ അത് പിന്നെ കുറച്ച് പതുക്കെ ആയിട്ട് സമയം കൂട്ടിക്കൊണ്ട് വരിക. പിന്നെ നമ്മുടെ ഒരു റുട്ടീൻ ആവും കേട്ടോ. ഒരു ലൈഫ് സ്റ്റൈൽ ആവണം ഇത്. അതായത് നമ്മൾ തുടങ്ങി പിന്നെ കുറച്ച് നാൾ നിർത്തി, പിന്നെ ഒരു ക്രാഷ് ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറച്ചു, ഇങ്ങനെയല്ല. നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. കറക്റ്റ് ഡയറ്റ്, അത് നമുക്ക് എന്നും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ്. ചിലരെങ്ങനെയാണ് ചോറ് മുഴുവനായിട്ട് അങ്ങ് നിർത്തും, അല്ലെങ്കിൽ ഡിന്നർ സ്കിപ്പ് ചെയ്യും. അങ്ങനെയല്ല, എല്ലാ മീലും കഴിച്ചുകൊണ്ട് നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് റെജീം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഫിറ്റായിട്ടിരിക്കുക. അപ്പം ആദ്യം അതിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഗോൾ സെറ്റ് ചെയ്യുക. അപ്പം നിങ്ങളൊരു 65 kg ഉള്ള ഒരാളാണെങ്കിൽ വിചാരിക്കുക അടുത്ത മാസം ഈ സമയം ആകുമ്പോഴത്തേനും ഞാനൊരു 64 kg ആവും. അതായത് പതുക്കെ സ്ലോ ആൻഡ് സ്റ്റഡി. നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നടക്കാത്തത്. അങ്ങനെ പതുക്കെ ഓരോ ഗോളും സെറ്റ് ചെയ്ത് പോവുക. ആദ്യം 20 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 15 ദിവസം കഴിയുമ്പം അത് 25 മിനിറ്റ്സിലോട്ട് ആക്കുക. അങ്ങനെ വേറെ വർക്കൗട്ട്സ് ആഡ് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എനിക്കും ഭയങ്കര മടിയായിരുന്നു ജിമ്മിൽ പോകാനും എയറോബിക്സ് ചെയ്യാനും ഒക്കെ. പക്ഷേ പിന്നെ അപ്പോൾ എനിക്ക് ഡാൻസ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എയറോബിക്സിലാണ് ആദ്യം ജോയിൻ ചെയ്തത്. ഒരു സീ ലൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അവിടെ എയറോബിക്സ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ പതുക്കെ ഞാൻ യോഗ ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ പിന്നെ കുറച്ച് അങ്ങനെ. പിന്നെ എല്ലാവരും വിചാരിക്കും ഞാൻ കുറേ നടക്കുന്നുണ്ടെന്ന്. നടപ്പ് ഒരിക്കലും ഒരു എക്സസൈസ് അല്ല, അത് ജസ്റ്റ് ആൻ ആക്ടിവിറ്റിയാണ്. നടപ്പിനെ നമ്മൾ എക്സസൈസ് ആയിട്ട് കൂട്ടാനോ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയും ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നതും കൊണ്ട് അതിൻ്റെ മസിൽ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ആൺപിള്ളേരെ പോലെ മസിൽ ബിൽഡ് ചെയ്യുന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് കുറേ പേർക്കെങ്കിലും അറിയാവുന്ന കാര്യമായിരിക്കും, നമ്മളുടെ ബോണിൻ്റെ ഡെൻസിറ്റി പ്രായമാകുന്നതോറും കുറയും. ആ ബോണിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതെന്ന് പറഞ്ഞാൽ മസിലാണ്. അപ്പം നമ്മൾ ഈ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ, അതായത് വെയ്റ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ മസിൽസിനെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. മസിൽസിനെ സ്ട്രോങ് ആക്കുമ്പം അത് ബോണിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പം നമുക്ക് ഇഞ്ചുറീസ് വരാനും എളുപ്പം ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും വരാനുള്ള ചാൻസസ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ
നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ മെറ്റബോളിസം സ്ലോ ആയിരിക്കും. നമ്മൾ കണ്ടിട്ടില്ല, കുട്ടികൾക്കൊക്കെ എത്ര കഴിച്ചാലും അവർ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വിശക്കും, പിന്നെയും കഴിക്കും. പക്ഷേ കുറച്ച് നമ്മളുടെ ഒരു ഏജിൽ എത്തിക്കഴിയുമ്പോഴത്തേന് മെറ്റബോളിസം സ്ലോ ഡൗൺ ആവാൻ തുടങ്ങും. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ദഹിക്കുന്ന ആ രീതി, ദഹിക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണല്ലോ മെറ്റബോളിസം എന്ന് പറയുന്നത്. അത് സ്ലോ ഡൗൺ ആവും. അപ്പോൾ അതനുസരിച്ച് മാത്രം നമ്മൾ ഒരു 20-25 ഇയേഴ്സ് വയസ്സുള്ളപ്പം കഴിച്ച അത്രയും ആഹാരം നമുക്ക് 30s ആവശ്യമില്ല. അതിൽ 40s വരുമ്പം അതിലും കുറച്ച് ആഹാരം നമുക്ക് ശരിക്കും നമ്മുടെ ദേഹത്തിന് ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് നല്ലതായിട്ട് ആഹാരം കഴിക്കുമ്പോൾ അതിനനുസരിച്ച് വർക്കൗട്ടും കൂടെ ചെയ്യണം. അപ്പം പക്ഷേ ഈ വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രയും ആഹാരം കഴിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എപ്പോഴും നമ്മുടെ 70% ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ക്രാഷ് ഡയറ്റ്സ് ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നോർമലായിട്ട് കാർബോഹൈഡ്രേറ്റ്സും വേണം, പ്രോട്ടീൻസും വേണം, എല്ലാം വേണം. പക്ഷേങ്കിൽ നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക, കറികളുടെ അളവ് കൂട്ടുക, പിന്നെ ഫിഷ്, ചിക്കൻ അതൊക്കെ കഴിക്കുക. പക്ഷേങ്കിൽ ഒന്നും ഫ്രൈ ആകാതെ. അങ്ങനെ നമുക്ക് അതിന് ഡയറ്റിനെ പറ്റിയുള്ളത് ഇഷ്ടം പോലെ നമുക്ക് വീഡിയോസ് കിട്ടുമല്ലോ. അപ്പം നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ടൊരു ഡയറ്റ് ഉണ്ടാക്കും. ആരും പറയുന്ന അപ്പോൾ ഇന്നയാൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യാം അങ്ങനെയല്ല. നമുക്ക് വേറെയാണ്, എല്ലാവരുടെയും ബോഡിയുടെ നീഡ്സ് വേറെയാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, അതായത് നമുക്കിത് ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാനുള്ളതാണ്, അല്ലാതെ കുറച്ച് കഴിയുമ്പോഴത്തേന് അത് നിർത്തിയിട്ടിട്ട് പോകാനുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് കൺസിസ്റ്റൻസി ഈസ് ദ മെയിൻ കീ. അതായത് നമ്മൾ എന്ത് നമുക്ക് പറ്റുമോ, മുമ്പോട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമോ, അതനുസരിച്ചുള്ള ഒരു വർക്കൗട്ട് മാത്രം സെലക്ട് ചെയ്യുക. അതായത് നമ്മളൊരു ആവേശത്തിൽ കുറേ പേര് ഈ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ട് കുറേ പേര് ഇന്ന് ജിമ്മിൽ പോവും, വൈകിട്ട് നടക്കും, പിന്നെ ഞാൻ ഡയറ്റ് എടുക്കും. ആ ആവേശമൊക്കെ ഒരു 20 ദിവസം കഴിയുമ്പോൾ തീരും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നിർത്തും. അതിലും നല്ലത് നമ്മൾ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കെപ്പോഴും നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരു ചെറിയ ബുക്കിൽ നമ്മളിങ്ങനെ ഇന്ന് നമ്മൾ ഇത്ര നേരം എക്സസൈസ് ചെയ്തു, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചത്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പതുക്കെ നമ്മുടെ ചിപ്സിനോടുള്ളത് അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങളോടുള്ള ക്രേവിങ് കുറച്ചിട്ട് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക, ഗ്രീൻ ടീ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രീൻ ടീ ഒരിക്കലും വെറും വയറ്റിൽ കുടിക്കരുത് കേട്ടോ. ഉച്ചയ്ക്കൊക്കെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് ഒരു ഗ്രീൻ ടീ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ കുറേ അതായത് ഞാൻ കുറേ ഇതിൻ്റെ റിസർച്ച് പോലെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഡയറ്റിന്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതായത് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു 55 to 57, 58 അതാണ് എൻ്റെ ഇതിപ്പോൾ ഞാൻ വെയിറ്റ് കൂടി വരുമ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 58.5 അത്രയാണ്. എപ്പോഴും ഞാനൊരു 55 മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു എത്ര വർഷമായി, 15 വർഷമായിട്ട്. അപ്പം അങ്ങനെ ഞാൻ എന്നിൽ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഫോളോ ചെയ്യാൻ പറയുന്നത്. അപ്പം നമുക്ക് ഏജ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറല്ല. ഏത് ഏജിലും നമുക്ക് ഫിറ്റായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഞാനെന്ന് പറയുന്നത് എൻ്റെ ഒരു 45+ ആണ് എൻ്റെ ഏജ്. കറക്റ്റ് ഏജ് ഞാൻ പറയുന്നില്ല എന്നാലും. അപ്പം പക്ഷേങ്കിൽ ഞാനൊരു 55 kg ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഇപ്പം അല്ല കേട്ടോ, ഇപ്പോൾ 57. കാരണം പക്ഷേ എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 55 എനിക്ക് ഹൈറ്റ് എൻ്റെ 5 inches 2, അതായത് 5'2" ആണ് ഹൈറ്റ് കുറവായതുകൊണ്ട് വെയിറ്റ് ഇച്ചിരി കൂടെ കുറച്ച് വെയിറ്റ് വെച്ചാൽ തന്നെ വെയിറ്റ് തോന്നും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ അപ്പം നമുക്ക് ഏത് ഡ്രസ്സ് ഇടുമ്പോഴാണെങ്കിലും സാരി ഉടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് നമ്മളോട് തന്നെ ഒരു സന്തോഷം വരും. പിന്നെ നമുക്ക് ഒരു സെൽഫ് കൺട്രോളാണ്. നമ്മൾ യോഗ ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെൽഫ് കൺട്രോൾ കിട്ടുകയാണ് ചെയ്യുന്നല്ലേ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഒരു ഇച്ചിരി മൈൻഡ്ഫുൾ ആവുക. റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലും ഇച്ചിരി മൈൻഡ്ഫുൾ ആവുക. അങ്ങനെ ഒത്തിരി അങ്ങ് വലിച്ചു വാരി കഴിക്കാതിരിക്കുക. ചിലർ പറയും ഷുഗർ ഫുള്ളായിട്ട് കട്ട് ഡൗൺ ചെയ്യണമെന്ന്. പക്ഷേ നമ്മളൊരു ചായ കുടിക്കുന്ന 2 നേരം ചായ മാത്രമേ കുടിക്കുന്നത്, അതിനകത്ത് ഷുഗർ ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ മധുര പലഹാരങ്ങൾ കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ പതുക്കെ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആരുടെയും ഫോളോ ചെയ്യണം. നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് എന്താണ് കുറയ്ക്കുന്നത്. എൻ്റെ ഒരു അറിവിൽ തന്നെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഭയങ്കര ഫാറ്റായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സൈഡിലൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് ഞാനാണ് അതായത് അങ്ങനെ പറയല്ല, ഞാനും ആ ചേച്ചിയും കൂടെ ഭയങ്കര ആ ചേച്ചി പറഞ്ഞു എനിക്ക് എന്തായാലും കുറയ്ക്കണം മോളെ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് ചേച്ചി ഇപ്പോൾ ഒരു 3 വർഷം കൊണ്ട് ശരിക്കും നല്ല ഫിറ്റായി. ചേച്ചിയുടെ ആദ്യത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കൂടെ കണ്ടാൽ അപ്പോൾ ചേച്ചി ഇപ്പോഴും എനിക്ക് താങ്ക്സ് പറയും മോളെ, നിൻ്റെ ടിപ്സ് കൊണ്ടാണ് എനിക്ക് അങ്ങനെ. അതായത് ചേച്ചി കൺസിസ്റ്റൻ്റ് ആയിരുന്നു, വേറെ ഒന്നുമല്ല, ആരുടെയും ടിപ്സും ഒന്നുമല്ല.
അവനവൻ കൺസിസ്റ്റൻ്റ് ആയാലും നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. വെയിറ്റ് കുറച്ച് ഫിറ്റ്, അതായത് നമുക്ക് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞത് മോഡലാവണം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നമുക്ക് വെയിറ്റ് കുറച്ചിട്ട് കുറേ അസുഖങ്ങളുണ്ടല്ലോ ഒരു പ്രായത്തോടനുബന്ധിച്ച് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. കൊളസ്ട്രോൾ ലെവൽ കൂടുക, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, അങ്ങനെ കുറേ സംഗതികൾ നമുക്ക് കൺട്രോളിൽ വെക്കാൻ തരും, അറ്റ്ലീസ്റ്റ് കുറച്ച് ഒരു ലിമിറ്റ് വരെ. അപ്പോൾ അങ്ങനെ നല്ല വെയിറ്റുള്ള ആൾക്കാർ, ഇപ്പം ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്, നാട്ടിലെല്ലാവരും അതായത് ഒരു 40+ ഏജുള്ള മാക്സിമം മീൻസ് സ്ത്രീകൾ, ലേഡീസിന് നല്ല അതായത് ബെല്ലി ഫാറ്റ് നല്ലതായിട്ടുണ്ട്. അതായത് ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നുന്നു ഒരു 75% ആളുകളും ഒബീസ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ നല്ല ബെല്ലി ഫാറ്റും നല്ല ആം ഫാറ്റും, അതായത് നമ്മൾ സാരിയൊക്കെ എടുക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. അപ്പോൾ അവർ പറയുന്നത് ഇനി ഇത്രയൊക്കെ പ്രായമായില്ലേ, പക്ഷെ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. പ്രായമായെന്ന് വെച്ചിട്ട് എന്താണ്, നമുക്ക് നമ്മുടെ ബോഡി നോക്കണ്ടേ? അപ്പോൾ അങ്ങനത്തെ ആ ഒരു തോട്ടേ വേണ്ട. എപ്പോൾ വേണം, ഇപ്പം നിങ്ങൾ 80 kg ഉള്ളവരാണെങ്കിലും നിങ്ങൾ നാളെ തൊട്ട് തുടങ്ങുമോ. അതായത് നമ്മൾ പറയത്തില്ലേ, ഒന്നിനും ഒരു തുടങ്ങാനുള്ള ആ ഒരു ഇതാണ്, തുടങ്ങുക, കൺസിസ്റ്റൻ്റ് ആവുക. അപ്പോൾ തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക, എന്നിട്ട് പതുക്കെ മുന്നോട്ട് വരിക. അതാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക, അത് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഈ ഒരു വർഷം 2025 എന്ന് പറയുന്ന വർഷത്തിൽ ഞാനൊരു 5 കിലോ കുറയ്ക്കും, അല്ലെങ്കിൽ 7 കിലോ വരെ മാക്സിമം. അതിൽ കൂടുതൽ ഗോൾ വെക്കരുത്. ഈ 2025 മുഴുവൻ 12 മാസം കൊണ്ട് 7 കിലോ ഞാൻ കുറയ്ക്കും എന്ന് വെച്ചാൽ അത് നടക്കുന്ന ഒരു ഗോളാണ്. അപ്പോൾ അതനുസരിച്ച് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. പെട്ടെന്ന് പോയി എല്ലാ വർക്കൗട്ടും കൂടെ പിന്നെയും ഞാൻ പറയുകയാണ് കേട്ടോ, നമ്മുടെ മുട്ടിനൊക്കെ വേദനയുള്ളവരുണ്ടായിരിക്കും, ജമ്പിങ് എക്സസൈസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇഷ്ടമുള്ള പതിയെ ഞാൻ ചെറിയ വർക്കൗട്ടിൻ്റെ വീഡിയോസ് ഇടാം കേട്ടോ. അങ്ങനെ ഭയങ്കര HIIT അല്ലാതെ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാനിങ്ങനെ 2 മിനിറ്റിൻ്റെ ആയിട്ട് വീഡിയോ ഇടാം. താല്പര്യമുള്ളവർ പറയണം. ഡയറ്റിൻ്റെ ആണെങ്കിലും അങ്ങനെ നോർമലായിട്ട് ഒരു മലയാളി വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാം, അത് ഞാൻ കുറേ വീഡിയോസ് ഇതിന് മുമ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ എൻ്റെ കാലറിയൊക്കെ കൗണ്ട് ചെയ്തിട്ട് അങ്ങനെ അത്രയ്ക്ക് ഡയറ്റ് എടുക്കണമെന്നുള്ളവർക്ക്. പക്ഷേങ്കിൽ വേണ്ട, പതുക്കെ മതിയെന്നുള്ളവർക്ക് നമ്മുടെ തന്നെ ആഹാരം പോർഷൻ കൺട്രോൾ, അതായത് ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് ചെറിയ പ്ലേറ്റ് കുറച്ച് മാത്രം ചോറ് കുറയ്ക്കുക. ചപ്പാത്തി വൈകുന്നേരം ചോറും ചപ്പാത്തിയും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. ചപ്പാത്തി കഴിക്കുമ്പോൾ നമ്മൾ അതായത് 2 ചപ്പാത്തിയല്ലേ കഴിക്കത്തുള്ളൂ, കാരണം നമ്മൾ കുറേ കൂടെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ നമുക്ക് തോന്നും മടുത്തു എന്ന്. ചോറ് നമ്മുടെ ക്വാണ്ടിറ്റി എപ്പോഴും കൂടുതലാണ് കഴിക്കുന്നത്, അത് മാത്രമുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് പറയുന്നത് വൈകുന്നേരം ചപ്പാത്തി കഴിക്കണം. പക്ഷേ ഇപ്പോഴത്തെ റിസർച്ച് അനുസരിച്ച് വൈകുന്നേരം ചോറ് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം അത് ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് ഡൈജഷൻ എളുപ്പമാണല്ലോ ചോറ് കഴിക്കുന്നത്. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് കഴിക്കുക. അപ്പം നമുക്ക് ഒരുമിച്ച് തന്നെ ഫിറ്റ് ആവാം. അതായത് 2025 നമുക്ക് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറേ ആളുകളെങ്കിലും ഇങ്ങനെ ഞാനും ചെയ്യും അങ്ങനെ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അവരുടെ കാരണം കൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇത്രയും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഫിറ്റായിട്ടിരിക്കുന്നു. കാരണം അവരെല്ലാവരും ഇതുപോലെ തന്നെ ഈവൻ മോർ എക്സസൈസ് ചെയ്യുന്നത്. പക്ഷെ അതിപ്പം നിങ്ങൾ വിചാരിക്കരുത് അവരെല്ലാവരും നല്ല മീൻസ് ഡോക്ടേഴ്സും അങ്ങനെ ഭയങ്കര ബിസി ഷെഡ്യൂളുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് 9 o'clock ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അവർ 6 o'clock ജിമ്മിൽ കാണും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു സമയമില്ല, അല്ലെങ്കിൽ നമ്മൾ തിരക്കാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത് എൻ്റെ കൂടെ അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലേഡീസ് 40+ ലേഡീസ് മെയിൻലി ഈ വണ്ണം വെച്ചിരിക്കുന്നവരുടെ വണ്ണമൊക്കെ കുറച്ച് നമുക്കൊന്ന് ഒതുങ്ങിയ നമ്മുടെ അസുഖങ്ങളെയൊക്കെ ഒരു ലിമിറ്റ് വരെ അകറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടൊരു 2025 ഡ്രീം ചെയ്യാം. അതായത് ഡിസംബർ ആകുമ്പോഴത്തേനും നമ്മൾ കുറച്ചൊന്ന് ഫിറ്റ് ആവും. പിന്നെ നമ്മൾ അതായത് ഒരു പറയത്തില്ല നമ്മൾ 20 days ഒരു ഹാബിറ്റ് ആവാനായിട്ട്, പക്ഷേ 90 days ആയി കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആവുന്നത്. 90 days കണ്ടിന്യൂസ് നമ്മൾ ഏത് സംഗതി ചെയ്താലും പിന്നെ നമ്മളത് നമ്മുടെ ലൈഫിലെ ഒരു പാർട്ടായിട്ട് മാറിക്കോളും. അപ്പോൾ നിങ്ങളൊരു 3 മാസം അങ്ങ് തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് തുടങ്ങുക. അപ്പം തുടങ്ങാൻ ആഗ്രഹമുള്ളവർ മീൻസ് തുടങ്ങിയവരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും കുറച്ച് പേർക്കെങ്കിലും, എനിക്ക് ആകപ്പാടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഞാനങ്ങനെ എൻ്റെ വീട്ടുകളിൽ പോലും ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് യൂട്യൂബ് ചാനലാണ്. തികച്ചും ഓർഗാനിക്കായിട്ട് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ലക്ഷ്മി.